നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 16 തിങ്കളാഴ്ച, കുംഭം 4-ാം തീയതി. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകളുമായി 100 ന്യൂസ് തുടങ്ങുകയാണ്. ആദ്യം ഹെഡ്ലൈൻസ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. വിഷയം 9-അംഗ വിശാല ബെഞ്ചിലേക്ക് വിടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനെ തുടർന്ന് സമരം കടുപ്പിക്കാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടന KGM-CTIയുടെ തീരുമാനം. ഇന്നു മുതൽ വീണ്ടും അനിശ്ചിതകാല അധ്യാപന ബഹിഷ്കരണവും അനിശ്ചിതകാല OP ബഹിഷ്കരണവും ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യരെ തള്ളി AICC. മണിശങ്കർ അയ്യർക്ക് വർഷങ്ങളായി കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് പാർട്ടി വക്താവ് പവൻ ഖേര. കേരളത്തിലെ ജനങ്ങൾ UDF-നെ അധികാരത്തിലെത്തിക്കുമെന്ന് ജയറാം രമേശ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. സ്ഥാനാർത്ഥി നിർണയം, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം, ബൂത്തുതല പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിന് ഇന്ന് KPCC ആസ്ഥാനത്ത് നിർണായക യോഗങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് അസമിലെത്തുക. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, കമ്മീഷണർമാരായ SS സന്ധു, വിവേക് ജോഷി എന്നിവർ ഉൾപ്പെടുന്ന സംഘം സന്ദർശന വേളയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി തുടങ്ങിയവരുമായി കമ്മീഷൻ ചർച്ച നടത്തും. മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ തിരിമറി കേസിൽ നിർണായക വിധി ഇന്ന്. തന്നെ കുറ്റക്കാരനാക്കിയ വിധി മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ അപ്പീലിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിച്ച LDF-ന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. പുത്തരിക്കണ്ടം മൈതാനത്തെ സമാപന സമ്മേളനത്തിൽ ഒഴുകിയെത്തി ആയിരങ്ങൾ. പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ഇടതുപക്ഷ സഹയാത്രികനുമായ നടൻ പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരാൻ CPIM. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് പ്രേംകുമാറിന്റെ വീട്ടിലെത്തിയെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല. വിവാദ വീഡിയോയിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. CPI നേതാവ് ആനി രാജയും CPIM-ഉം നൽകിയ ഹർജികൾ പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. രാജ്യത്ത് റോഡിലെ കുഴികളിൽ വീണുണ്ടാകുന്ന മരണങ്ങളിൽ വൻ വർധന. 5 വർഷത്തിനിടെ നഷ്ടമായത് 90,000-ത്തിലധികം ജീവനുകൾ. ഏറ്റവും അധികം മരണം റിപ്പോർട്ട് ചെയ്തത് ഉത്തർപ്രദേശിൽ. ഉന്നാവോ ബലാത്സംഗ കേസിൽ CBIയുടെ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. BJP മുൻ MLA കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ. അഭിമന്യു വധക്കേസ് പ്രതികളുടെ വിടുതൽ ഹർജി ഇന്ന് എറണാകുളം ജില്ലാ കോടതി പരിഗണിക്കും. കേസിൽ 30 പ്രതികളാണുള്ളത്. 8 വർഷമായിട്ടും കേസിന്റെ വിചാരണ നടപടികൾ തുടങ്ങിയിട്ടില്ല. അടുത്ത മാസം വിചാരണ ആരംഭിക്കുമെന്ന് പ്രോസിക്യൂഷൻ. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ നോക്കാം. വയനാട് പുൽപ്പള്ളിയിൽ ഭീതി പടർത്തുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ ഷൂട്ടർമാരെ നിയോഗിച്ച് മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത്. കാട്ടുപന്നി ശല്യം പരിഹരിക്കുന്നതിനായി തിരുവമ്പാടിയിൽ നിന്ന് വിദഗ്ധ സംഘത്തെ എത്തിച്ച് തെരച്ചിൽ തുടങ്ങി. തിരുവനന്തപുരം കല്ലമ്പലം ഞെക്കാട് കാറിനു പിന്നിൽ ബൈക്കിടിച്ച് റോഡിൽ തെറിച്ചു വീണയാൾ ബസ് കയറി മരിച്ചു. മരിച്ചത് കല്ലമ്പലം കരവാരം സ്വദേശി ജോഷി. ഒരാൾക്ക് ഗുരുതര പരിക്ക്. കോഴിക്കോട്ട് മകളെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിന് ഭാര്യ മാതാവിന്റെ വീട് തീവച്ചു. കാരശ്ശേരി വലിയപറമ്പ് ജമീലയുടെ വീടിന് തീയിട്ടത് മരുമകൻ റഷീദ്. പാലക്കാട് വടക്കഞ്ചേരിയിൽ 10 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കണ്ണമ്പ്ര കാരയങ്കാട് സ്വദേശി രഘു റാം മോഹൻ. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഇടുക്കി കുട്ടിക്കാനം അയ്യച്ചാടി കോളേജിനു സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ശബരിമല തീർത്ഥാടകരുടെ വാഹനമാണ് കത്തിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ നടുറോട്ടിൽ യുവാക്കളുടെ മദ്യപാനം. റോഡിൽ നിന്നും മാറാത്തതിനെ തുടർന്ന് ഹോൺ മുഴക്കിയ ലോറി ഡ്രൈവർക്കു നേരെ ഭീഷണി. ആലപ്പുഴ കായംകുളത്ത് പോലീസിനു നേരെ അതിക്രമം. താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കിടെ പ്രതി പോലീസുകാരനെ കടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റത് കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർക്ക്.
കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി ബി ഗോപകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഡോക്ടർ ആർ രാജേഷിനെയും തെരഞ്ഞെടുത്തു. പത്തനംതിട്ടയിൽ പോക്സോ കേസുകളിൽ 2 പേർ അറസ്റ്റിൽ. തിരുവല്ലയിൽ 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 60കാരൻ അറസ്റ്റിലായി. 17കാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ചാത്തങ്കരി സ്വദേശിയും പിടിയിലായി. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ട. 14 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് മാത്തറ PKCICS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇന്ന് 100 വീൽ ചെയറുകളുടെ വിതരണോദ്ഘാടനമുണ്ടാകും. സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. ആലപ്പുഴ വട്ടയാൽ സെയിന്റ് പീറ്റേഴ്സ് ചർച്ചിൽ വിശുദ്ധ പത്രോസ്ലീഹായുടെ സിംഹാസന തിരുനാൾ ആചരിച്ചു. ഫാദർ ജോയി പറപ്പള്ളി, ഫാദർ ജോസഫ് മാനുവൽ എന്നിവർക്ക് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുട്ടനാട് ചെറുകര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. ഭക്തരുടെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ 1 ലക്ഷം ദീപങ്ങൾ തെളിയിക്കുന്ന ലക്ഷദീപ സമർപ്പണമുണ്ടായി. കൊല്ലം അഞ്ചലിൽ ബസ്സിൽ നിന്ന് സ്വർണ്ണാഭരണം കവർന്ന യുവതിയെ പിടികൂടി. തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്ഥിരമായി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്ന സബീനയാണ് പിടിയിലായത്. പ്രധാന അറിയിപ്പ്. റീജിയണൽ ക്യാൻസർ സെന്റർ റേഡിയോ തെറാപ്പി ടെക്നോളജിസ്റ്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ ഓപ്പൺ വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള ഒഴിവിലേക്ക് നിയമനം. ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസിലോ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ ഹാജരാകണം. അവസാന തീയതി നാളെ. അങ്കമാലി ICDS പ്രോജക്ടിന് കീഴിലുള്ള 101 അങ്കണവാടികളിലേക്ക് 2025-26 വർഷത്തെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി ടെൻഡറുകൾ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ഈ മാസം 18-ന് ടെൻഡർ സമർപ്പിക്കും. തവനൂർ അസാബ് സ്കിൽ പാർക്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ITI, ഡിപ്ലോമ, BTech അല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്ക് കോഴ്സിന് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 23-ന് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കണം. ഭിന്നശേഷിക്കാരായ മക്കളുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അമ്മമാർക്ക് ഉപജീവന മാർഗം ഒരുക്കുന്നതിന്റെ ഭാഗമായി സൗജന്യ ഓട്ടോറിക്ഷ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയിലേക്ക് ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ജില്ലാ സാമൂഹിക നീതി വകുപ്പിൽ നിന്നോ സാമൂഹിക നീതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ജില്ലാ സാമൂഹിക നീതി ഓഫീസർക്ക് സമർപ്പിക്കും. ആഗോള ഓഹരികളിലെ നിക്ഷേപത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാൻ എറണാകുളത്ത് സൗജന്യ സെമിനാർ. നാളെ വൈകിട്ട് 4:30-ന് പനമ്പള്ളി നഗറിലാണ് സെമിനാർ. ദേശീയ വാർത്തകൾ നോക്കാം. വിമാനയാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. ഇയർഫോൺ ഉപയോഗിക്കാതെ ഉയർന്ന ശബ്ദത്തിൽ പാട്ടുകേട്ടാൽ ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. ലക്നൌ വിമാനത്തിൽ യാത്രക്കാരനും ജീവനക്കാരും തമ്മിൽ തർക്കം. ഇരിപ്പിടത്തെയും ഭക്ഷണത്തെയും ചൊല്ലിയായിരുന്നു തർക്കം. ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രം വീണ്ടും തുറക്കുന്നു. ക്ഷേത്രം ഏപ്രിൽ 22-ന് തുറക്കുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ശൈത്യകാലത്ത് ക്ഷേത്രം 6 മാസത്തോളം അടച്ചിട്ടിരുന്നു. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നയം, നവീകരണം എന്നിവ ഒരു വേദിയിൽ കൊണ്ടുവരുന്ന കൃത്രിമ ബുദ്ധിയുടെ ദേശീയ പ്രദർശനമായിരിക്കും ഉച്ചകോടി. മേഘാലയയിലെ അനധികൃത കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനം 3-അംഗ ജുഡീഷ്യൽ പാനൽ അന്വേഷിക്കും. വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് RS ചൌഹാൻ അന്വേഷണത്തിന് നേതൃത്വം നൽകും. ബംഗ്ലാദേശിലെ താരിഖ് റഹ്മാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പങ്കെടുക്കും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അനുഗമിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാത്തത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കുന്നതിന്. ഗുജറാത്തിലെ രാജ്കോട്ടിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി 5 പേർ മരിച്ചു. അപകട കാരണം കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് പ്രാഥമിക നിഗമനം.
ഡൽഹിയിൽ വ്യവസായിയെ കൊലപ്പെടുത്തിയ കേസിൽ ലോറൻസ് ബിഷ്ണോയ് സംഘത്തിലെ 5 പേർ പിടിയിൽ. പോലീസ് പ്രതികളെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. പഞ്ചാബിൽ ബിഹാർ കുടിയേറ്റക്കാർക്ക് നേരെ വെടിയുതിർത്ത അക്രമി സംഘത്തിലെ 2 പേർ പിടിയിൽ. ഫിറോസ്പൂർ ജില്ലയിലെ ജോബൻപ്രീത് സിംഗ്, മോഗ ജില്ലയിലെ ആകാശ് ദീപ് സിംഗ് എന്നിവരാണ് പിടിയിലായത്. ഫോൺ കോൾ ചെയ്യുന്നതിനുള്ള ഇളവ് വെട്ടിക്കുറിച്ചതിൽ പ്രതിഷേധിച്ച് ഫരീദാബാദ് നീംഖ ജയിലിൽ നിരാഹാര സമരം ചെയ്ത് തടവുകാർ. അധികൃതർക്കെതിരെ സമരം ചെയ്യുന്നത് 40ഓളം. പ്രശസ്ത ഒഡിയ ഗായിക ഗീത പട്നായിക് അന്തരിച്ചു. മരണം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കും. ഒഡീഷയിൽ ശ്മശാനത്തിൽ നിന്ന് 5 മൃതദേഹം കാണാതായെന്ന് പരാതി. ഭദ്രക് ജില്ലയിലാണ് സംഭവം. കഴിഞ്ഞ 2 മാസങ്ങളിലായി മരിച്ചവരുടെ മൃതദേഹമാണ് കാണാതായത്. ഗോവയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നീക്കങ്ങൾ തുടങ്ങി കോൺഗ്രസ്. ഗോവ ഫോർവേഡ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാനുള്ള ചർച്ചകൾ സജീവം. രാജ്യാന്തര വാർത്തകൾ നോക്കാമിനി. അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതായി അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ. പ്രതികരണം യൂട്യൂബർ ബ്രയാൻ ടൈലർ കോവനുമായുള്ള പോഡ്കാസ്റ്റ്. MSc സുരക്ഷാ സമ്മേളനത്തിന്റെ 2ാം ദിവസം ഉഭയകക്ഷി ബന്ധങ്ങളുടെ അവലോകന യോഗം നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ജർമ്മനി ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പിന്തുണയെ ജയശങ്കർ അഭിനന്ദിച്ചു. അഴിമതി ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം രാജിവെച്ച യുക്രൈനിലെ മുൻ ഊർജ്ജ മന്ത്രി ജെമൻ ഗലുഷെങ്കോയെ അറസ്റ്റ് ചെയ്തു. അഴിമതി വിരുദ്ധ സേന അറസ്റ്റ് ചെയ്തത് രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെ. ഹജ്ജ് വിസ തട്ടിപ്പ് കേസിൽ ഈജിപ്തിൽ ഒരാൾ അറസ്റ്റിൽ. 10 ലക്ഷത്തിലധികം ഈജിപ്ഷ്യൻ പൗണ്ട് തീർത്ഥാടകരിൽ നിന്ന് തട്ടിയെടുത്തെന്നാണ് കേസ്. സോഷ്യൽ മീഡിയയിൽ യാത്രാ പരിപാടികൾ പരസ്യപ്പെടുത്തിയാണ് തട്ടിപ്പ്. കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി സൗദി അറേബ്യയിൽ മരിച്ചു. മലപ്പുറം സ്വദേശി ബൈജുവാണ് മരിച്ചത്. ഡെൻമാർക്കിൽ 2000 വർഷം പഴക്കമുള്ള ഇരുമ്പ് യുഗക്ഷേത്രം കണ്ടെത്തി. ആദ്യകാല യൂറോപ്യൻ സമൂഹങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് കണ്ടെത്തലെന്ന് പുരാവസ്തു ഗവേഷകർ. കനേഡിയൻ പൗരന്മാർക്ക് US എംബസിയിൽ പോകാതെ വിസ അനുമതി നേടാം. L1 വിസ നടപടികൾ കൂടുതൽ ലളിതമാകും. അതിർത്തിയിലോ പ്രീ ക്ലിയറൻസ് വിമാനത്താവളത്തിലോ നേരിട്ട് അപേക്ഷ നൽകി അന്നു തന്നെ വിസ അനുമതി നേടാം. ഇറാനിൽ ജയിലിൽ കഴിയുന്ന മനുഷ്യാവകാശ പ്രവർത്തകയും നൊബേൽ ജേതാവുമായ നർഗീസ് മുഹമ്മദിയുടെ ആരോഗ്യനില ആശങ്കയിൽ തന്നെ തുടരുന്നു. നർഗീസ് ജയിലിൽ നിരാഹാരം ആരംഭിച്ചത് ഈ മാസം 2 മുതൽ. ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതായും നെതന്യാഹു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കാമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിനിടെയാണ് മാർക്കോ റൂബിയോയുടെ പ്രതികരണം. ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ. ഇന്നലെയുണ്ടായ വ്യോമാക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ലണ്ടനിൽ നിരവധി സ്കൂളുകളിൽ പനി പകരുന്നു എന്ന് റിപ്പോർട്ട്. 34 കുട്ടികൾക്ക് നിലവിൽ അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ. UK കനേഡിയൻ പൗരന്മാർക്ക് നാളെ മുതൽ വിസയില്ലാതെ ചൈനയിലേക്ക് യാത്ര ചെയ്യാം. ടൂറിസം, ബിസിനസ് തുടങ്ങിയ ആവശ്യങ്ങൾക്കും പ്രിയപ്പെട്ടവരെ സന്ദർശിക്കുന്നതിനും വിസയില്ലാതെ യാത്ര ചെയ്യാം. 30 ദിവസം വരെ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധന. കഴിഞ്ഞ 3 വർഷത്തെ അപേക്ഷിച്ച് 2025 തീർത്ഥാടകരുടെ എണ്ണത്തിൽ 100% വർധനയുണ്ടായെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം. സൗദി അറേബ്യയിൽ ഹൌസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികളുടെ കരാർ വ്യവസ്ഥകളിൽ സുപ്രധാന മാറ്റം. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തൊഴിലാളികളുടെ കരാർ അവസാനിപ്പിക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്ലാറ്റ്ഫോം വഴി പുതിയ സേവനം ആരംഭിച്ചു. സൗദി അറേബ്യയിൽ റമദാൻ മാസപ്പിറവി നിരീക്ഷണം ചൊവ്വാഴ്ചയുണ്ടാകും. വൈകുന്നേരം ചന്ദ്രകല ദർശിക്കുന്നവർ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് സുപ്രീം കോടതി. റമദാൻ മാസത്തിന് മുന്നോടിയായി ഗസയിലെ ജനങ്ങൾക്ക് വീണ്ടും സഹായവുമായി UAE. മരുന്നും ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടെയുള്ള വലിയ ശേഖരവുമായാണ് UAEയിൽ നിന്ന് പ്രത്യേക കപ്പൽ പുറപ്പെട്ടത്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൽ ഇടിവ്. കരുതൽ ശേഖരം $717 ബില്യൺ കുറഞ്ഞു. സ്വർണശേഖരത്തിൽ $14.21 ബില്യൺ ഇടിവ് രേഖപ്പെടുത്തി.
AI മേഖലയിലെ ചാഞ്ചാട്ടങ്ങളും ആഗോള പ്രവണതകളുമായിരിക്കും ഈ ആഴ്ച വിപണികളെ സ്വാധീനിക്കുകയെന്ന് വിദഗ്ധർ. വിദേശ നിക്ഷേപകരുടെ വ്യാപാര രീതിയും നിക്ഷേപകരുടെ നീക്കങ്ങളിൽ നിർണായകമാകും. പുറത്തുവരാനിരിക്കുന്ന അമേരിക്കൻ തൊഴിൽ ഡാറ്റയും ഫെഡറൽ റിസർവിന്റെ നീക്കങ്ങളും ഉറ്റുനോക്കി നിക്ഷേപകർ. ജീവിത വിജയത്തിൽ പരീക്ഷകളുടെ സ്ഥാനം അത്ര നിർണായകമല്ലെന്ന് HCL മുൻ CEO വിനീത് നായർ. ബോർഡ് പരീക്ഷകളാണ് വിധി നിർണയിക്കുന്നതെങ്കിൽ പകുതിയിലേറെ സിഇഒമാരും തൊഴിൽ രഹിതരായേനെയെന്ന് എക്സ്പോസ്റ്റ്. പരീക്ഷകൾ പ്രധാനമാണെങ്കിലും ജീവിത വിജയം അതുമാത്രം ആശ്രയിച്ചല്ലെന്നും വിജയ് നായർ. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ഏപ്രിലിൽ പ്രാബല്യത്തിലാകുമെന്ന് റിപ്പോർട്ട്. 99% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും ബ്രിട്ടീഷ് വിപണിയിൽ തീരുവരഹിതമാകും. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അനുമതി ലഭിച്ചതിനു ശേഷം കരാർ പ്രാവർത്തികമാകും. ഇന്ത്യയുടെ പാസ്പോർട്ട് റാങ്ക് ഉയർന്നെന്ന് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026. 85-ൽ നിന്ന് 75-ാം സ്ഥാനത്തേക്കാണ് ഇന്ത്യ റാങ്ക് മെച്ചപ്പെടുത്തിയത്. ഇന്ത്യക്കാർക്ക് വിസാരഹിത പ്രവേശനം അനുവദിക്കുന്നത് 56 രാജ്യങ്ങളിലേക്ക്. ഭക്ഷ്യ വിതരണ ശൃംഖല വിപുലമാക്കി യൂബർ. 7 പുതിയ യൂറോപ്യൻ വിപണികളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിച്ചു. വരുന്ന 3 വർഷം പുതിയ വിപണികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് $1 ബില്യൺ അധിക വരുമാനം. ഇനി കായിക വാർത്തകൾ നോക്കാം. T20 ലോകകപ്പിൽ ഇന്നും 3 പോരാട്ടങ്ങൾ. രാവിലെ 11-ന് അഫ്ഗാനിസ്ഥാൻ UAEയെയും ഉച്ചതിരിഞ്ഞ് 3-ന് ഇംഗ്ലണ്ട് ഇറ്റലിയെയും നേരിടും. ശ്രീലങ്ക ഓസ്ട്രേലിയ പോരാട്ടം രാത്രി 7 മണിക്ക്. ഓസ്ട്രേലിയൻ വനിതകൾക്കെതിരായ ആദ്യ T20-യിൽ ഇന്ത്യയ്ക്ക് ജയം. മഴ മൂലം തടസ്സപ്പെട്ട മത്സരത്തിൽ 21 റൺസിനാണ് ഇന്ത്യൻ ജയം. ISL-ൽ ജംഷഡ്പൂരിന് ജയത്തുടക്കം. മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 1 ഗോളിന്. ISL-ൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. മത്സരം രാത്രി 7:30-ക്ക് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. FA കപ്പ് 4-ാം റൗണ്ട് മത്സരത്തിൽ ആഴ്സണലിന് ജയം. വിഗാൻ അത്ലറ്റിക്കിനെ എതിരില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചു. പരുക്ക് ഭേദമായി ബ്രസീലിയൻ സൂപ്പർ താരം റഫീഞ്ഞ ബാസ നിരയിലേക്ക് തിരിച്ചെത്തി. FC ജെറോണയുമായുള്ള മത്സരത്തിൽ റഫീഞ്ഞയുണ്ടാകുമെന്ന് കോച്ച് ഫാൻസി ഫ്ലിക്ക്. ബയൺ മ്യൂണിക്കിന് തിരിച്ചടി. ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ പരുക്ക് മൂലം 3 ആഴ്ച ടീമിനൊപ്പം ഉണ്ടാകില്ല. ഇനി നോക്കാം കലാ സാംസ്കാരിക സിനിമാ രംഗത്തെ വാർത്തകൾ. നിവിൻ പോളി, ബാലചന്ദ്ര മേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി B. ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഈ മാസം 17-ന് പുറത്തിറക്കും. ചിത്രത്തിന്റെ പേര് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനും RD ഇല്ലുമിനേഷൻസ് LLPയുമാണ് ചിത്രത്തിന്റെ നിർമ്മാണം. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ചിത്രം കറുപ്പിന്റെ പുതിയ അപ്ഡേറ്റ് പങ്കുവച്ച് അണിയറ പ്രവർത്തകർ. ചിത്രം സമ്മറിൽ റിലീസ് ചെയ്യുമെന്ന് സംവിധായകൻ. സാഗർ സൂര്യ, ആദം സാവിക്, അൽ അമീൻ എന്നീ യുവനിരയെ അണിനിരത്തി സജിൽ മമ്പാട് സംവിധാനം ചെയ്യുന്ന ചിത്രം ഡാബി മാർച്ച് 27-ന് തിയേറ്ററുകളിലെത്തും. ഡിമാൻസ് ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മൻസൂർ അബ്ദുൾ റസാഖ് ചിത്രത്തിന്റെ നിർമ്മാണം. കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യരും ഒന്നിക്കുന്ന ചിത്രം നേരെ ചൊവ്വ ഒഫീഷ്യൽ ടൈറ്റിൽ പുറത്ത്. സയൻസ് ഫിക്ഷൻ ചിത്രമായാണ് നേരെ ചൊവ്വ പുറത്തിറങ്ങുന്നത്. അഭിഷേക് നാമ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ തെലുഗു ചിത്രം നാഗബന്ധത്തിന്റെ ടീസർ പുറത്തുവിട്ട് മഹേഷ് ബാബു. NIK സ്റ്റുഡിയോസ്, അഭിഷേക് പിക്ചേഴ്സ് എന്നിവരുടെ ബാനറിൽ കിഷോർ അന്നപുരടി, നിഷിത നാഗി റെഡ്ഡി എന്നിവരാണ് നിർമ്മാണം. വീണ്ടും ചരിത്രം കുറിച്ച് K-പോപ്പ് സംഗീതം. അനിമേറ്റഡ് ചിത്രം K-പോപ്പ് ഡെമൺ ഹണ്ടേഴ്സിലെ ഗോൾഡൻ എന്ന ഗാനം പുതിയ റെക്കോർഡ് കുറിച്ചു. ബിൽബോർഡിന്റെ ഡിജിറ്റൽ സോങ് സെയിൽസ് ചാർട്ടിൽ ഏറ്റവും കൂടുതൽ ആഴ്ചകൾ നിലനിന്ന 3ാമത്തെ K-പോപ്പ് ഗാനം എന്ന ബഹുമതി ഗോൾഡൻ സ്വന്തമായി.
ഷറഫുദ്ദീനെ നായകനാക്കി വിനായക അജിത് നിർമ്മിക്കുന്ന ചിത്രം മധുവിധു മെയ് 1 ആഗോള റിലീസായി തിയേറ്ററുകളിലേക്ക്. വിഷ്ണു അരവിന്ദ് ചിത്രത്തിന്റെ സംവിധാനം. മിസ്റ്ററി ഫാന്റസി ത്രില്ലർ സിനിമ സംഭവം അധ്യായം 1 മാർച്ച് 6 തിയേറ്ററിലെത്തും. നവാഗതനായ ജിത്തു സതീശനാണ് തിരക്കഥയും സംവിധാനവും. ഇനി നോക്കാം ഫാക്ട് ചെക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനു നേരെ ചെരുപ്പേർ നടന്നു എന്ന അവകാശവാദത്തോടെ ഒരു ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ പണപുറത്ത് ആയിരങ്ങൾ പിതൃമോക്ഷപ്രാപ്തിക്കായി ബലിയിടുന്നു. ബലിതർപ്പണം ആരംഭിച്ചത് ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ്. ശിവരാത്രി വിളക്കിനു ശേഷം 116 ബലിത്തറകളാണ് ഒരുക്കിയിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊളയിൽ പിടിമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കും. കുവൈറ്റിൽ നിന്നും നാടുകടത്തപ്പെട്ട് കേരളത്തിലെത്തിയ ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണ പുരോഗതി പോലീസ് ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. JNUവിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ക്യാമ്പസിനുള്ളിൽ JNUSU പ്രതിഷേധം UGC മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുക, റസ്റ്റിംഗ് ഉത്തരവുകൾ റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. മണിപ്പൂരിൽ 3 കോടിയോളം രൂപ വില വരുന്ന അനധികൃത വിദേശ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അസം റൈഫിൾ പരിശോധന നടത്തിയത് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇനി ഇപ്പോൾ കിട്ടിയത്. കോയമ്പത്തൂരിൽ മുള്ളുവേലിയിൽ കുടുങ്ങിയ പുള്ളിപ്പുലി ചത്തു. സംഭവം പൊലുവംപട്ടി ബ്ലോക്ക് വനമേഖലയ്ക്ക് സമീപം. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് അധികൃതർ. അസമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൽ കണ്ടാമൃഗത്തിന്റെ ആക്രമണത്തിൽ വനപാലകൻ കൊല്ലപ്പെട്ടു. മരിച്ചത് ഫോറസ്റ്റ് ഗാർഡ് സഹാബുദ്ദീൻ. ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്ക്. പുനെയിലെ ഖേഡ് തഹസിലിൽ പുള്ളിപ്പുലിയുടെ ആക്രമണം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരനെ പുലി ആക്രമിച്ചു. കുട്ടിയുടെ കഴുത്തിലും മുഖത്തും പരുക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.